SP ഗ്രൂപ്പിലോ ഈ കുടുംബത്തിലോ സൂചി കുത്താൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ബേട്ടി ശാന്ത ഹോ ജായിയേ. എല്ലാത്തിനും ഭയ്യ തീരുമാനം ഉണ്ടാക്കും. ഡാഡിയുടെ എല്ലാ സ്വത്തിന്റെയും അവകാശികൾ ഞാനും ഏട്ടനുമാ. ഞങ്ങളും മാത്രം. നിങ്ങളാകെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശില്പ എന്റെ മകളല്ല, പ്രിയംവദ എന്റെ പഴയ ഫ്രണ്ട് മാത്രമാ. ഡാഡി കള്ളൊന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. കീർത്തിയുടെ അച്ഛൻ ശില്പയ്ക്ക് രണ്ടാനച്ഛൻ മാത്രമാ. അയാൾ അവരുടെ അമ്മയെ കല്യാണം കഴിക്കുമ്പോ തന്നെ ശില്പ ജനിച്ചിരുന്നു. പിന്നെ ഇതൊന്നും ഇത്ര കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവള് മകളാണെന്ന് ഡാഡി പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. പ്രിയംവദ ഭയ്യയുടെ പുരാനി പ്യാറാണെന്ന് ഞങ്ങൾക്കറിയാം. ഭയ്യയ്ക്ക് പറ്റിയ ഒരു കൊച്ചു തെറ്റാണ് ആ ശില്പ. അതോടെ മിഥുൻ ബേട്ടയുടെ ജീവിതം നഷ്ടമായി. അവന്റെ ജീവിതം തേഞ്ഞൊട്ടി. ബേട്ടി, നീ വിചാരിച്ച എന്റെ ബേട്ടയെ രക്ഷിക്കാൻ പറ്റും? നീ അവനെ കല്യാണം കഴിക്കും മോളെ. മോനെ, നീ അവളോടൊന്ന് പറ മോനെ. നീ പറഞ്ഞ അവളെ കേക്കും. ഭയ്യാ, ആരോട് പറയാ? എന്റെ മോന്റെ ജീവിതം പോയി. എന്തെങ്കിലും ഒന്ന് പറ മക്കളെ. പൂർണ്ണ ആരോഗ്യവതിയായി മമ്മി വീട്ടിൽ ഓടി നടക്കുമ്പോ തന്നെ ഡാഡി മമ്മിയെ ചതിച്ചു. ഡാഡിയുടെ എല്ലാ സ്വത്തിന്റെയും അവകാശികൾ ഞാനും ഏട്ടനുമാ. ഞങ്ങളും മാത്രം. എന്റെ മുഖത്ത് നോക്കി അത് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഞാനും കീർത്തിയും പറഞ്ഞതൊക്കെ കള്ളാണോ? എനിക്കൊരു ജോലി അത്യാവശ്യം അങ്കിൾ. തൽക്കാലം കൂടുതലൊന്നും ചോദിക്കരുത്. ചോദിച്ചാലും പറയില്ല. ശില്പ എന്റെ മായയുടെ ചോര, അനിയുടെ മകൾ. അവളുടെ സ്റ്റാറ്റസ് ഇനി എന്താവണമെന്ന് എനിക്കറിയാം. ആവന ഭയ്യാ, ആര്യം ബേട്ടിയോടും ചൈത്ര ബേട്ടിയോടും ഞാൻ സംസാരിച്ചു. ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ഇവര് തയ്യാറാ. അതനുസരിച്ച് നടന്നതൊക്കെ ഇവരങ്ങ് മറക്കും. വയ്യോട് പോർക്കും. ഡാഡി എന്ന സ്ഥാനത്തെ പോലും ബഹുമാനിക്കാതെ എന്നോട് ദേഷ്യപ്പെട്ട് മോശമായി സംസാരിച്ചത് ഇവരാ. എന്നിട്ട് വിശാല ഹൃദയരായ ഇവരെന്ത് പൊറുക്കാനാ? മറക്കേണ്ടതും പൊറുക്കേണ്ടതും ഞാനല്ലേ? ഭയ്യ തെറ്റ് ചെയ്തോണ്ടല്ലേ ഇവർക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നത്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല എന്ന മഹത് ഭജൻ ഞാനിവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവര് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അതിന് പകരം ഭയ്യ പ്രിയംവദയെ ശില്പയും മറക്കണം. അതാ ഇവര് പറയുന്ന വ്യവസ്ഥ. എനിക്ക് നിങ്ങളോട് ദേഷ്യം ഒന്നുമില്ല.
സഹതാപം മാത്രം. അയ്യോ ഭയ്യാ കാ മൻ അച്ഛാ ഹൈ. എന്റെ മക്കള് ഇത്രയും വിഡ്ഢികളായി പോയല്ലോ എന്നോർത്തുള്ള വെറും സഹതാപം. ഡാഡി ഞങ്ങളെ കൂടുതൽ കയറി ചൊറിയാൻ വരരുത്. ഞങ്ങള് കയറി അങ്ങ് മാന്തും. ഡാഡി ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ സ്ത്രീയും മകളെയും മറക്കാൻ ഡാഡി തയ്യാറല്ല എന്നാണോ? ശില്പ കമ്പനിയിൽ ചാർജ് എടുത്ത മായാദീദിയുടെ ആത്മാവ് സഹിക്കില്ല. ദീദിക്ക് രോദൻ ഞാൻ കേൾക്കുന്നുണ്ട്. मैं सुन सकती हूँ.